ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം അതിൻ്റെ 37-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരു ചെറിയ ചിന്ത മാത്രം എടുക്കുവാൻ താല്പര്യക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചടി പോലെ വാടിപ്പോകും. യഹോവയിൽ രസിച്ച് നന്മ ചെയ്യുക, ദേശത്തു പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ യാത്രവേളയിൽ നാമെല്ലാം ഈ ഒരു ദൈവിക യാത്രയ്ക്കായി, സ്വർഗീയ യാത്രയ്ക്കായി നാം ഒരുങ്ങുന്ന ദൈവജനമാണ്. നമ്മുടെ എല്ലാം പ്രത്യാശ ആ നിത്യതയിൽ പോകണമെന്നും എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ, ചില ശോധനകൾ, ചില പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ കടന്നു വരും. എന്നാൽ നാം അതൊന്നും കണ്ട് പതറാതെ, അതൊന്നും കണ്ട് നാം പ്രയാസപ്പെടാതെ, നാം ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം അതിന് സവക്കാതെ ഭാരപ്പെടുന്ന അനുഭവത്തിലൂടെ പോകുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം ഒറ്റപ്പെടുന്ന അനുഭവമുണ്ട്, നാം നിന്ദിക്കപ്പെടുന്ന അനുഭവമുണ്ട്. ഇന്ന് പല പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ കടന്നു പോകുമ്പോൾ, പല ചർച്ചുകളിൽ കടന്നു പോകുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരെ അത് നിന്ദിക്കുന്ന ചില വാക്കുകൾ പുറപ്പെടുവിക്കുന്ന ചില സഭകളുണ്ട്. ഇന്ന് പല സഭകൾക്കും കോഡുണ്ട്. കാരണം ഒരു ദരിദ്രനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വരുമ്പോൾ, അവൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അവൻ്റെ പ്രയാസങ്ങൾ സഭയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ, അവനെ സഭയുടെ മധ്യയിൽ നിന്ദിക്കുന്ന അനേക സഭകളെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാനിട വന്നു. അവർ എന്താണെന്നറിയാമോ? എളിയദാസനെ കളിയാക്കുന്നത്, അത് നിന്ദനപ്പെടുത്തുന്നത്. അവർ ആ കർത്താവിൻ്റെ ദാസനൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറ്റുള്ളവരോട് ഇല്ലാത്ത കാര്യങ്ങൾ പറയും. എന്താണ്, നമുക്ക് ഇപ്പോൾ ഉടനെ ഒരു ദേവാലയം പണിയുമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒരു സഹോദരന് സഹായം ചെയ്യണം, ആരും ഇന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്നും തരാതെ പോകരുത്, 1 റിയാലെങ്കിലും ഇട്ടിട്ട് പോകണമെന്ന് പറയുന്ന ഒരു നാടകമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അതിൽ അനേക കർത്താവിൻ്റെ ദാസന്മാർ ആ ശത്രുവിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങുന്നതായി കാണുവാൻ സാധിക്കും. ഇന്ന് സഭയിലുള്ള വ്യക്തി ജീവിതം കൂടെ അതൊരു തന്ത്രമാണ്. അത് ദരിദ്രന് കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ, എന്നാൽ ആ ദരിദ്രൻ്റെ നന്മകളെ കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ല. എന്നാൽ സഭയുടെ മധ്യയിൽ ഇന്ന് ദരിദ്രനായ എളിയവനായ കർത്താവിൻ്റെ ദാസനെ അവർ നിന്ദിക്കുന്നതായി നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും. പല സഭകളിലും അത് കോഡാണ്. എന്താണെന്നറിയാമോ? അവർ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. നമുക്ക് സംശയമുള്ളവർ വരുമ്പോൾ നാം ഈ കോഡിറക്കും. എന്താണ്, നമുക്കൊരു ദേവാലയം പണിയുമുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനെ സഹായിക്കുവാൻ പദ്ധതിയിട്ടു. എന്നെ കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഇത് സത്യമുള്ള വാക്കല്ല. അത് ആ വരുന്ന എളിയ ദേവദാസനെ ആ ജനത്തിൻ്റെ മധ്യയിൽ നിന്ദിക്കുകയാണ്. സാദൃശ്യവാക്യം അതിൻ്റെ 28-ൻ്റെ 27-ാം വാക്യം, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകത്തില്ല.
എന്നാൽ കണ്ണടച്ച് കളയുന്നവനോ ഏറിയ ക്ഷാമമുണ്ടാകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടാതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകാതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകാതിരിക്കുവാൻ നാം കണ്ണടയ്ക്കുന്നവരായല്ല, കണ്ണ് തുറന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ എളിയവനെ സഹായിക്കുവാൻ, ആ എളിയവന് വേണ്ടി സൽക്കരിക്കുവാൻ, എളിയവനെ ബഹുമാനിക്കുവാൻ, എളിയവനെ ആദരിക്കുവാൻ നാം സാധിച്ചാൽ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം പറയുന്ന പോലെ നമുക്ക് അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിക്ഷേപം സ്വരൂപിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ എളിയ കർത്താവിൻ്റെ ദാസന്മാരെ അത് നിന്ദിച്ച് വളരെ മോശമാക്കുന്ന ഒരനുഭവം അത് പല രാജ്യങ്ങളിലും കാണുവാനിട വന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മറ്റുള്ളവന് മുട്ടുണ്ടാകുമ്പോൾ നാം സഹായിക്കണമെന്ന് 1 യോഹന്നാൻ 3:13-20 വരെയുള്ള വാക്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കൊടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വയുള്ളതല്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി മാറണം. എൻ്റെ നിക്ഷേപം നീ തന്നെയാം, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാം. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം എളിയവനെ ആദരിക്കുന്നവനായി, എളിയവനെ ബഹുമാനിക്കുന്നവരായി, എളിയവനെ സഹായിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികളോട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. ഇന്ന് കർത്താവിൻ്റെ ചില ദാസന്മാരോട് പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികളോട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങിപ്പോകും, പച്ചടി പോലെ വാടിപ്പോകും. യഹോവയിൽ രസിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അവൻ ഇസ്രയേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കും. ഇസ്രയേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നിരാശയിലും ഒരുപക്ഷെ നീ സഭയുടെ മധ്യത്തിൽ അപമാനപ്പെടുന്ന അഭിഷിക്തനായിരിക്കാം, സഭയുടെ പത്തിൽ അപമാനിക്കപ്പെട്ട സഹോദരിയായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ആ യഹോവയിൽ പ്രത്യാശ വെക്കുന്നവരായി മാറണം. ഇസ്രയേലേ, സങ്കീർത്തനം 131-3 വാക്യം, ഇസ്രയേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ പ്രത്യാശ ആ ദൈവത്തിൽ വെക്കുമ്പോൾ നമ്മുടെ നിരാശകൾ, പ്രയാസങ്ങളെ മാറ്റുന്ന ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ട്. നിരാശയുടെയും കണ്ണുനീരോടെ കടന്നു പോകുന്ന കുടുംബജീവിതമേ, എൻ്റെ ഭവനത്തിൻ്റെ ശൂന്യതകളെ കണ്ട് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ കണ്ണുനീരിനെ കണ്ട് അവൻ കടന്നു പോകുന്ന ദൈവമല്ല, അവൻ ഇന്ന് നിൻ്റെ ഭവനത്തിൽ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ്, ചില വിടുതലുകളെ നൽകിയിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 138:7, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും,
എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നിൻ്റെ കൈ നീട്ടും, നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. നമ്മെ രക്ഷിക്കുന്ന ഒരു കരം, നമ്മെ വിടുവിക്കുന്ന ഒരു കരം, നമ്മെ സഹായിക്കുന്ന ഒരു കരം. 37 സങ്കീർത്തനം 37 അതിൻ്റെ 5-ാം വാക്യം. നിൻ്റെ വഴി യഹോവയുടെ മേൽ ഭാരമേൽപ്പിക്കുക, അവന് തന്നെ രസിച്ചു കൊള്ളുക, അവൻ അത് നിർവഹിക്കും. അവൻ നിൻ്റെ നീതിയെ പ്രഭവൻ പോലെയും നിൻ്റെ ന്യായത്തെ മധ്യൻ പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനിൽ പ്രത്യാശ വെക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപത്തെ കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവായുള്ളൂ. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയിൽ പ്രത്യാശ വെക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ, ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം നീ നിന്ദിക്കപ്പെട്ട അവസ്ഥയുണ്ട്, അപമാനിക്കപ്പെട്ട അവസ്ഥയുണ്ട്, അതേ പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ട അവസ്ഥയുണ്ട്, രോഗാവസ്ഥയിൽ ഉണ്ട്, തകർച്ചയുണ്ട്. എന്നാൽ നീ അതൊന്നും ഭാരപ്പെടാതെ, അതേ ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയിൽ പ്രത്യാശ വെക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ദനകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, അപമാനങ്ങൾ കടന്നു വരുമ്പോൾ അതേ നമുക്ക് മുന്നായി നമ്മുടെ കർത്താവ് ഇതെല്ലാം സഹിച്ചവനാണ്. നിന്ദിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, അപമാനപ്പെട്ടു, തുപ്പലേൽക്കപ്പെട്ടു, മർദ്ദനമേൽക്കപ്പെട്ടു, മുൾക്കിരീടം അണിയുവാൻ, അത് തകർക്കപ്പെടുവാൻ, താൻ ക്രൂശന്മേൽ തകർക്കപ്പെടുവാൻ ഇടവന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ നിന്ദനകൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം പ്രയാസപ്പെടാതെ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവീക കരുതലിനെ, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വചന മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഒറ്റപ്പെട്ട് കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന കുടുംബ ജീവിതങ്ങളുണ്ട്. അവരെ നിലവിളിയുടെ മധ്യയിൽ എൻ്റെ സ്വർഗം ഇന്ന് ചില വാതിലുകൾ തുറന്നതിനായി ചില ശൂന്യാവസ്ഥകൾ കേൾക്കുന്ന ചില വ്യക്തിമണ്ഡലങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശൂന്യതകളും ഭവനത്തിൽ നിന്ന് മാറട്ടെ, തകർച്ചകളെല്ലാം മാറട്ടെ, രോഗാവസ്ഥകൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, അത്ഭുതങ്ങളെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടട്ടെ, അത്ഭുത രോഗസൗഖ്യം വെള്ളട്ടെ, തകർച്ചകളെല്ലാം മാറട്ടെ. ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.